ലോക്സഭയുടെ മൊത്തത്തിലുള്ള ഒരു കണക്ക് വന്നിട്ടുണ്ട്. ആ കണക്ക് കൂടി പറയാം. 17ാം ലോക്സഭയുടെ കാലാവധിയാണ് അവസാനിക്കാൻ പോകുന്നത്. പ്രവർത്തന കാലയളവിൽ ഏറ്റവും അധികം പെർഫോം ചെയ്തത് ആരായിരിക്കും? അതായത് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചവരുടെ ലിസ്റ്റ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും MP ഇതിൽ ഉൾപ്പെടുമോ? അതാണ് ആകാംക്ഷയുള്ള കാര്യം. അതിൽ മലയാളികൾ ആരുമില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ അതങ്ങ് പൊട്ടിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചോദിച്ചവർ ആരൊക്കെയാണ്, ഏത് പാർട്ടിക്കാരാണ്, എവിടെ നിന്നുള്ളവരാണ്, അതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ലോക്സഭാ MP-മാർ, അതിൽ ചോദ്യങ്ങൾ ആകെ ഉയർന്നത് എത്രയാണ്, അങ്ങനെയുള്ള പൂർണ്ണമായ ഒരു പട്ടികയിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ലോക്സഭയിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് അവിടെ ചർച്ചകളിൽ പങ്കാളിത്തം ഉണ്ടാകുന്നത്, അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിട്ടതും അല്ലാത്തതുമായ ചോദ്യങ്ങൾ ഒക്കെ ഉന്നയിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആവശ്യങ്ങൾ ചോദ്യങ്ങളായി ഉയർന്നതാണ്. 20 MP-മാരും ചോദിച്ചത് എങ്ങനെയൊക്കെയാണ് എന്നത് നമ്മൾ നേരത്തെ വിലയിരുത്തിയതാണ്. 505 ലോക്സഭാ MP-മാരുടേതായി ഇതുവരെ വന്ന ആകെ ചോദ്യങ്ങൾ കഴിഞ്ഞ 5 വർഷ കാലയളവിലെ കണക്കാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. 92,271 ചോദ്യങ്ങളാണ്. അതായത് ഈ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള MP-മാർ ആകെ ലോക്സഭയിൽ ഉന്നയിച്ചത്. ഓരോ മണ്ഡലത്തിന്റെയും ആവശ്യങ്ങൾ, പൊതു ആവശ്യങ്ങൾ, പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ, സംസ്ഥാനത്തെ വിഷയങ്ങൾ, അങ്ങനെ പല പല ചോദ്യങ്ങൾ ചേർത്തിട്ടുള്ള ആ സംഗ്രഹം എന്ന് പറയുന്നത് 92,271. അതായത് ഒരു MP പെർ MP എത്രയുണ്ടായിരിക്കും? ശരാശരി ചോദ്യം അത് 165 ആണ്. അതായത് ശരാശരി 165 ചോദ്യം വരെ വീണിട്ടുണ്ട്. അതിൽ ഏതൊക്കെ വിഭാഗങ്ങളിലാണ്, എന്തൊക്കെയാണ് പ്രധാനമായും ചോദ്യങ്ങളായി കഴിഞ്ഞ 5 വർഷക്കാലം നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തു നിന്ന് തെരഞ്ഞെടുത്ത് വിട്ട MP-മാർ ഏതൊക്കെ വിഷയങ്ങളിൽ എത്ര ചോദ്യം വീതം ചോദിച്ചു, അതിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന എത്ര ചോദ്യം ഉണ്ടായിരുന്നു, അതുകൂടി നോക്കാം. ആരോഗ്യം, കുടുംബക്ഷേമം നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണല്ലേ. അപ്പോൾ ആരോഗ്യം, കുടുംബക്ഷേമം എന്നീ കാര്യങ്ങൾ പ്രത്യേകിച്ചും 2019, 2024 എന്ന് പറയുമ്പോൾ കോവിഡ് കാലഘട്ടമാണ്. 3 തരംഗങ്ങൾ നമ്മൾ കണ്ട കാലഘട്ടമാണ്. അതിനിടയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ആ മേഖലയിൽ നിന്ന് തന്നെയാണ്. ആരോഗ്യ മേഖല ഉൾപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിൽ 6,602 ചോദ്യങ്ങളാണ് ചോദിച്ചത്. രണ്ടാമത്തേത് നമുക്ക് അന്നമൂട്ടുന്ന നമ്മുടെ കർഷകരെ കുറിച്ചുള്ള, കൃഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ അതാണ്. 4,642 ചോദ്യങ്ങൾ ആ വിഭാഗത്തിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തേത് റെയിൽവേ വിഭാഗത്തിൽ നിന്നാണ്. റെയിൽവേയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ട്രെയിനുകളുടെ സർവീസ് നീട്ടുന്നതിനെക്കുറിച്ച്, പുതിയ സർവീസുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച്, റെയിൽവേ വികസനത്തെക്കുറിച്ച്, അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ എണ്ണം ആകെ 4,317 ആണ്. ഇനി ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ച MP-മാർ അവർ എവിടെ നിന്നുള്ളവരാണ്, ഏത് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് നോക്കാം. ഇത്രയധികം ചോദ്യങ്ങൾ ഉള്ളതിൽ ശരാശരി എന്ന് പറയുന്നത് 165 ആണ് കേട്ടോ. അപ്പോൾ ആ ശരാശരിക്കും മേലെ പോയി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡോക്ടർ സുഗന്ത മജുംദാർ ആണ്. സുഗന്ത മജുംദാർ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള BJP-യുടെ MP ആണ്. ബലൂർഘട്ടാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. അപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള BJP-യുടെ 18 MP-മാരിൽ ഒരാളായ ഡോക്ടർ സുഗന്ത മജുംദാർ 596 ചോദ്യങ്ങളുമായി ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതും BJP MP ആണ്. BJP MP ആയ സുധീർ ഗുപ്തയാണ് രണ്ടാം സ്ഥാനത്ത്. മധ്യപ്രദേശുകാരനായ സുധീർ ഗുപ്ത രണ്ടാം സ്ഥാനത്തുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം നോക്കൂ, 586 ചോദ്യങ്ങളാണ്. ശരാശരി 165 ആയിരിക്കുമ്പോൾ 586 ചോദ്യങ്ങൾ സുധീർ ഗുപ്ത ചോദിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ മാൻസോർ ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. മൂന്നാമത്തേത് ജാർഖണ്ഡിൽ നിന്നുള്ള MP ആണ്. ജാർഖണ്ഡിലെ ജംഷഡ്പൂർ MP BJP-യുടെ MP ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ 580 ആണ്. അദ്ദേഹത്തിന്റെ പേര് ബിദ്യുത് ബാരൻ, ജംഷഡ്പൂരിൽ നിന്നുള്ള BJP MP. നാലാമത്തേത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശ്രീരംഗ് അപ്പ ശിവസേന MP ആണ്. അദ്ദേഹം 500-ലധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 579 ചോദ്യങ്ങളാണ് ശ്രീരംഗ് അപ്പ ശിവസേന MP മഹാരാഷ്ട്രയിൽ നിന്നുള്ള അദ്ദേഹം ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അടുത്തയാളെ നമുക്കറിയാം, പഞ്ചസാര പാത്രം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള NCP-യുടെ MP സുപ്രിയ സുലെ. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നതിൽ ഏറ്റവും പരിചിതമായ പേര് സുപ്രിയയുടേതാകും. സുപ്രിയ സുലെ ഈ ചോദ്യങ്ങളുടെ പട്ടികയിലും വളരെ മുന്നിലാണ്. സുപ്രിയ ചോദിച്ചിരിക്കുന്നത് 577 ചോദ്യങ്ങളാണ്. ബാരാമതി MP ആണ് സുപ്രിയ സുലെ. 4ാമത്തെ ടേം തേടിയാണ് ഇക്കുറി മത്സരത്തിന് ഇറങ്ങുന്നത്. അടുത്തത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP ആണ്. NCP-യുടെ തന്നെ MP ആണ്. ഷിരൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഡോക്ടർ അമോൽ റാം സിംഗ്. ഡോക്ടർ അമോൽ റാം സിംഗ് ചോദിച്ചിരിക്കുന്നത് 570 ചോദ്യങ്ങളാണ്. 500-ലധികം ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഇവർ ഇടപെട്ടു, അത്രയധികം ചർച്ചകളിൽ പങ്കെടുത്തു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതും മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലയാളികൾ ആരുമില്ല. മഹാരാഷ്ട്രയിൽ നിന്നുള്ള BJP-യുടെ MP സുഭാഷ് റാം റാവു. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് 556 ചോദ്യങ്ങളാണ്. 500-ലധികം ചോദ്യങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന്. ഇപ്പോൾ 4ാമത്തെ ആളുടെ പേരാണ് നമ്മൾ പറയുന്നത്. ഇനി തീരുന്നില്ല, നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP. കോൺഗ്രസിന്റെ പേര് ഈ പട്ടികയിൽ ആദ്യമായി വരികയാണ്. കുൽദീപ് റായ് ശർമ്മ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന MP ആണ്. അദ്ദേഹം 555 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയുടെ പട്ടിക തീർന്നോ എന്ന് ചോദിച്ചെങ്കിൽ തീർന്നിട്ടില്ല.
തീർന്നിട്ടില്ല, ഒരാളെ കൂടി പറയാം. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ നിന്നുള്ള ശിവസേനയുടെ എംപിയും ഈ പട്ടികയിലുണ്ട്. അതായത് ആദ്യ 10 പേരിൽ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ വന്നിരിക്കുന്നത്. സഞ്ജയ് സദാശിവ റാവു ശിവസേനയുടെ കോലാപൂർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള എംപിയാണ്. 553 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. തീർന്നിട്ടില്ല. ശിവസേനയുടെ ഒരു എംപി കൂടിയുണ്ട്. മുംബൈ നോർത്ത് വെസ്റ്റ്, മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നുള്ള ഒരാൾ കൂടി ഈ പട്ടികയിലുണ്ട്. ഗജനാൻ ചന്ദ്രകാന്ത് ശിവസേന എംപിയാണ്. അദ്ദേഹവും 500-ലധികം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. 531 ചോദ്യങ്ങളാണ്. അപ്പോൾ നോക്കൂ, 165 ശരാശരി. നമ്മുടെ കേരളത്തിൽ നിന്ന്, നമ്മുടെ എംപിമാരിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ചോദിച്ചവർ മുതൽ 10-30 ചോദ്യങ്ങൾ ചോദിച്ചവർ വരെയുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 500-ന് മുകളിലാണ്. ഇതൊക്കെയാണ് മാസ് പെർഫോമൻസ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ മണ്ഡലത്തിലെ അതുപോലെ സംസ്ഥാനത്തെ വിഷയങ്ങൾ ഒക്കെ ലോക്സഭയിലേക്ക് കൊണ്ടുവരാനും ചർച്ചയാക്കാനും കഴിയുന്ന രീതിയിലുള്ള ഇടപെടൽ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് വേണം. അത് ഉറപ്പാക്കുന്നതാകണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ വോട്ടെടുപ്പ്. അപ്പോൾ ഇവരൊക്കെയാണ് പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത്. ഒരു മലയാളി പോലും ഈ പട്ടികയിൽ ഇല്ല എന്നുള്ളത് നമ്മൾ എടുത്തുയർത്തേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കണക്ക് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകാം.